ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. അപ്പോൾ ഫസ്റ്റ് സെം സുവോളജിയിലെ മൊഡ്യൂൾ 8 എസീലോമേറ്റ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി 2 മൊഡ്യൂളും കൂടി എടുക്കാൻ ബാക്കിയുള്ളൂ, മൊഡ്യൂൾ 9ഉം മൊഡ്യൂൾ 10ഉം. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 9 സ്യൂഡോസീലോമേറ്റയെ കുറിച്ചിട്ടാണ്. അതിൽ വരുന്ന സൂപ്പർ ഫൈലം എസ്കെൽമെന്തസ് ആണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നായിട്ട് എപ്പോഴത്തെയും പോലെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പിക്ചർ പറഞ്ഞു തരാം. അപ്പോൾ മൊഡ്യൂൾ 9 സ്യൂഡോസീലോമേറ്റയിൽ വരുന്നത് സൂപ്പർ ഫൈലം എസ്കെൽമെന്തസ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡൗൺ ടു ഫൈല ആണ് പഠിക്കാനുള്ളത്. പിന്നെ ഫൈലം നെമറ്റോഡ, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എസ്കാരിസ് വിത്ത് എക്സാമ്പിൾസ് വരുന്നത് ആങ്കിലോസ്റ്റോമ, ആൻഡ്രോബയസ് ആൻഡ് വിച്ചറേറിയ ആണ്. ഇതാണ് സിലബസിലുള്ളത്. ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ വി ക്യാൻ കം ടു അവർ ടോപ്പിക്. ഓക്കെ, സൂപ്പർ ഫൈലം എസ്കെൽമെന്തസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അസംബ്ലേജ് ഓഫ് സെവറൽ ഡൈവേർജൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് അനിമൽസ്. ആദ്യം അതിനെ പറഞ്ഞിരുന്നത് നെമത്തൽ മിന്തസ് എന്നാണ് ഫോംലി. ദെൻ അതിലുണ്ടായിരുന്ന ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് റോട്ടിഫെറ, ഗാസ്ട്രോട്രിക്ക, കൈനോറിൻക, നെമറ്റഡ, നെമറ്റോമോർഫ ഇവയെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ലേറ്റർ ഓൺ ഹൈമൻ സജസ്റ്റ് ചെയ്തു ദ നെയിം എസ്കെൽമെന്തസ്. ആര് സജസ്റ്റ് ചെയ്തു? ഹൈമനാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഫോളോയിങ് ദിസ് അനദർ ഗ്രൂപ്പ് കോൾഡ് പ്രയാപുലിഡ വാസ് ഓൾസോ ആഡഡ് ടു ദ സൂപ്പർ ഫൈലത്തിലേക്ക് പ്രയാപുലിഡ എന്ന ഒരു ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്യപ്പെട്ടു. Okay, the phylogenetic relationship between the different groups of Esculmenthus is not so close as that of the different group of other phyla. അതുകൊണ്ട് തന്നെ Esculmenthus എന്ന് പറയുന്നത് truly a heterogeneous group of evolutionarily unrelated organisms ആണ്. ഓക്കെ, എസ്കെൽമെന്തസ് എന്ന് പറയുന്നത് സ്യൂഡോസീലോമേറ്റ് ആണ്. മോസ്റ്റ്ലി വേർമിഫോം, അതേപോലെ തന്നെ ബയലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ്. വിത്ത് ആൻ അൺസെഗ്മെൻറ്റഡ് ഓർ സൂപ്പർഫിഷ്യലി സെഗ്മെൻറ്റഡ് ബോഡി ക്ലോത്ത്ഡ് വിത്ത് ക്യൂട്ടിക്കിൾ. ഡൈജസ്റ്റീവ് ട്യൂബ് കംപ്ലീറ്റ് ആണ്, സ്ട്രെയിറ്റും അഥവാ sometimes curved ആണ്, terminating in an anus at or near the posterior tip. The circular covering may be tough and resistant, often marked by circular rings or modified into spines, scales, plates and bristles. Free-living Esculmenthus are predominantly aquatic animals. ഫ്രീ ലിവിങ് ആയിട്ടുള്ള എസ്കെൽമെന്തസ് aquatic animals ആണ്, ഇൻഹാബിറ്റിംഗ് ഫ്രഷ് ആൻഡ് സോൾട്ട് വാട്ടേഴ്സ്, ബട്ട് സം ആർ ടെറസ്ട്രിയൽ. ചിലത് മാത്രം ടെറസ്ട്രിയൽ ആണ്. സൂപ്പർ ഫൈലം എസ്കെൽമെന്തസ് കംപ്രൈസസ് 9 ഫൈല. 9 ഫൈലയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെമറ്റഡ, നെമറ്റോമോർഫ, റോട്ടിഫെറ, ഗാസ്ട്രോട്രിക്ക, കൈനോറിൻക, പ്രയാപുലിഡ, എൻട്രോപ്രോക്റ്റ, അക്കാന്തോസെഫാല ആൻഡ് ലോർസിഫെറ. ഓക്കെ, അപ്പോൾ ഫൈലം നെമറ്റഡയെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നെമറ്റഡ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബയലാറ്ററലി സിമെട്രിക്കൽ unsegmented and pseudocoelomate esculmenthus, and they are popularly known as roundworms or threadworms. ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് പറയാം. ബയലാറ്ററലി സിമെട്രിക്കലും അൺസെഗ്മെൻറ്റഡ് ആൻഡ് വേർമിഫോം ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ നെമറ്റോഡ്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റും സിലിണ്ട്രിക്കലും അൺസെഗ്മെൻറ്റഡും ബയലാറ്ററലി സിമെട്രിക്കലുമാണ്, വിത്ത് ടാപ്പറിങ് എൻഡ്സ് ആൻഡ് വിത്തൗട്ട് എ ഹെഡ് പ്രസൻ്റ് അല്ല. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ക്യൂട്ടിക്കുലാർ കവറിങ് ആണ്. അപ്പോൾ ബോഡി കവേർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ടഫ്, റെസിസ്റ്റൻ്റ് ആൻഡ് മൾട്ടി ലെയേർഡ് ക്യൂട്ടിക്കിൾ കൊണ്ട് കവേർഡാണ് ഈ നെമറ്റോഡിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ക്യൂട്ടിക്കിൾ ഇസ് സെക്രീറ്റഡ് ബൈ ദ എപ്പിഡെർമിസ്. ഇറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് റിന്യൂഡ് 4 or 5 times in life. ഓക്കെ, പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് സിങ്കീഷ്യൽ എപ്പിഡെർമിസ് ഇൻ ദ അഡൽട്ട്. എപ്പിഡെർമിസ് ഇസ് നോട്ട് എ ഡെഫിനിറ്റ് സെല്ലുലാർ ലെയർ ഇൻ അഡൽട്ട് നെമറ്റോഡ്സ്, ബട്ട് ഇസ് ഓൺലി എ സിങ്കീഷ്യം ഓർ മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് സ്യൂഡോസീലോമിക് ബോഡി കാവിറ്റിയാണ്. പെരിവിസറൽ കാവിറ്റി ഈസ് നോട്ട് എ ട്രൂ സീലം ബട്ട് എ സ്യൂഡോസീൽ ഓർ ഫാൾസ് സീലം. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ബോഡി മസിൽസ് ആർ ഓൾ ലോഞ്ചിറ്റ്യൂഡിനൽ. പിന്നെ സ്ട്രെയിറ്റും കംപ്ലീറ്റുമായിട്ടുള്ള എലിമെൻ്ററി കനാൽ പ്രസൻ്റ് ആണ്. ആബ്സെൻസ് ഓഫ് ലോക്കോമോട്ടർ സീലിയ ആൻഡ് റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസ്.
എക്സ്ക്രീറ്ററി ട്യൂബ്യൂൾസ് ആൻഡ് റെനറ്റ് സെൽസ്. പിന്നെ സിമ്പിൾ നെർവസ് സിസ്റ്റം വിത്തൗട്ട് ബ്രെയിൻ പ്രസൻറ്റ് അല്ല, നെർവസ് സിസ്റ്റം സിമ്പിളാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഗോണോക്രിസം ആൻഡ് സെക്ഷൽ ഡൈമോർഫിസം ആണ്. ഇനി ഇതിൻ്റെ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് നിയർലി 20,000 സ്പീഷീസ് ഓഫ് നെമറ്റോഡ്സ് ആർ നോൺ. ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് എസ്കാരിസ്, ആങ്കിലോസ്റ്റോമ, എൻട്രോബയസ്, ട്രാക്യൂൻകുലസ്, വിച്ചറേറിയ, റാബ്ഡിറ്റിസ്, ഹെട്രോഡെറ, ട്രൈക്യൂരിയസ്, ട്രിക്കിനെല്ല ഇവയൊക്കെയാണ്. ഇതിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എസ്കാരിസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ആങ്കിലോസ്റ്റോമ, എൻട്രോബിയസ്, അതേപോലെ തന്നെ വിച്ചറേറിയനെ കുറിച്ചിട്ടുമാണ് നമുക്കിതിൽ തുടർന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ നെമറ്റോഡയിലെ ക്ലാസിഫിക്കേഷനിൽ നെമറ്റോഡേനെ 2 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ക്ലാസ് എഡിനോഫോറിയ അഥവാ എഫാസ്മിഡിയ. പിന്നെ വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് സെക്കർനാൻറ്റിയ അഥവാ ഫാസ്മീഡിയ ആണ്. ഓക്കെ, അപ്പോൾ എഡിനോഫോറ ആദ്യം പറഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ആംഫിഡ്സ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഫാസ്മിഡ്സ് ആണ്. ആംഫിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ പെയർഡ് സെക്യുലാർ ഓർ ട്യൂബുലാർ കീമോ റിസെപ്റ്റർ ആൻഡ് മെക്കാനോ റിസെപ്റ്റർ സെൻസറി പിറ്റ്സ് ഓൺ ദ ഓറൽ ലിപ്സ്. ഓൺ ദ അതർ ഹാൻഡ്സ് അപ്പോൾ ഫാസ്മിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ പോറസ് കൗഡൽ പാപ്പില്ലേ വിച്ച് ആർ കീമോസെൻസറി, ഗ്ലാൻഡുലാർ ഓർ എക്സ്ക്രീറ്ററി ഇൻ ഫങ്ഷൻ. അപ്പോൾ എഡിനോഫോറിയയ്ക്ക് എഫാസ്മിഡിയ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. അതിൻ്റെ ആംഫിഡ്സ് പ്രസൻ്റ് ആയതുകൊണ്ടാണ്, ഫാസ്മിഡ്സ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ എഡിനോഫോറിയയുടെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂണിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് ആണ്. എക്സ്ക്രീറ്ററി ഗ്ലാൻഡ്സ് പ്രസൻ്റ് ആണ്, പക്ഷേ എക്സ്ക്രീറ്ററി ട്യൂബ്യൂൾസും കനാൽസും ആബ്സെൻ്റ് ആണ്. പിന്നെ ഇതിൽ ടെസ്റ്റിസ് യൂഷ്വലി പെയർഡ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഫ്രീ ലിവിങ് മെമ്പേഴ്സ് മൈക്രോഫാഗസ് ഓർ ഡെട്രിറ്റിവോസ് ആണ്. Edenophora comprises free living as well as parasitic forms. Most of the free living species are aquatic and some are terrestrial. ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് ക്രോമോഡോറ, ഡെസ്മഡോറ, ഡ്രാക്കോനെമ, ഡെസ്മോസ്കോളെക്സ്, ഓങ്ക്യുലെക്സ്, ട്രിക്യുരിസ്, ട്രിക്കിനെല്ല ഇവയൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ ക്ലാസ് ഇപ്പോൾ പറഞ്ഞത് ക്ലാസ് സെക്കർനാൻറ്റിയ അഥവാ ഫാസ്മിഡിയ ആണ്. ഇപ്പോൾ പറഞ്ഞ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആംഫിഡ്സ് ആബ്സെൻറ്റും ഫാസ്മിഡ്സ് പ്രസൻറ്റുമാവും. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ 2 പ്രസൻറ്റാണ്. പ്രസൻസ് ഓഫ് ബോത്ത് ആംഫിഡ്സ് ആൻഡ് ഫാസ്മിഡ്സ്. മറ്റേതിൽ ആംഫിഡ്സ് മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ ഇതിൽ ഫാസ്മിഡ്സും കൂടിയുണ്ട്. അപ്പോൾ പ്രസൻസ് ഓഫ് ബോത്ത് ആംഫിഡ്സ് ആൻഡ് ഫാസ്മിഡ്സ്. അടുത്തത് എപ്പിഡെർമൽ സെൽസ് ആർ യൂണിന്യൂക്ലിയേറ്റ് ഓർ മൾട്ടിന്യൂക്ലിയേറ്റ്. യൂണിന്യൂക്ലിയേറ്റുമാണ്, മൾട്ടിന്യൂക്ലിയേറ്റുമാണ്. പിന്നെ എക്സ്ക്രീറ്ററി കനാൽസ് ആൻഡ് എക്സ്ക്രീറ്ററി ഗ്ലാൻഡ്സും പ്രസൻ്റ് ആണ്. അവ രണ്ടും ഈ ക്ലാസ്സിൽ പ്രസൻ്റ് ആണ്. പിന്നെയുള്ള ഫീച്ചർ എന്ന് പറയുന്നത് സിംഗിൾ ടെസ്റ്റിസും അതേപോലെ തന്നെ പെയർഡ് ഓവറീസുമാണ്. Secarnattia comprises both free living and parasitic forms. Most free living species are terrestrial. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എസ്കാരിസ്, ഡ്രാക്യൂൻകുലസ്, എൻട്രോബിയസ്, വിച്ചറേറിയ, ആങ്കിലോസ്റ്റോമ, ലോവ, റാബ്ഡിറ്റിസ്, സീനോർ ഹാബിഡിറ്റിസ് ഇവയൊക്കെയാണ്. ഓക്കെ, ഇനി നെമറ്റോഡ് പാരസൈറ്റ്സ് ഇൻ മാനിൽ കാണപ്പെടുന്ന നെമറ്റോഡ് പാരസൈറ്റ്സിനെ കുറിച്ചിട്ട് പറയാം. അതിൽ വരുന്നത് എസ്കാരിസ് ലുംബ്രിക്കോയ്ഡ്സ് ആണ്, നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആങ്കിലോസ്റ്റോമ, ഡുവോഡെനൈ ഇതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എൻട്രോബിയസ്, വിച്ചറേറിയ ഇവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വിച്ചറേറിയയും വരുന്നുണ്ട്. അതൊക്കെ ഈ എസ്കാരിസ് ലുംബ്രിക്കോയ്ഡ്സിൻ്റെ സബായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എസ്കാരിസ് ലുംബ്രിക്കോയ്ഡ്സിനെ കുറിച്ചിട്ട് ആദ്യം നോക്കാം. എസ്കാരിസ് ലുംബ്രിക്കോയ്ഡ്സ് ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഹ്യൂമൻ റൗണ്ട് വേം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാവാം? ഇറ്റ്സ് ആൻ എൻഡോ പാരസൈറ്റ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ഓഫ് മാൻ ആൻഡ് എയ്ഡ്സ്. മാനിൽ കാണപ്പെടുന്ന മാനിൻ്റെ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് ഇവ ഇൻഹാബിറ്റ് ചെയ്യുന്നത്, എൻഡോ പാരസൈറ്റ് ആയതിനാൽ. ഓക്കെ, ചിൽഡ്രനിൽ കുട്ടികളിൽ ഇറ്റ് കോസസ് ദ ഡിസീസ് എസ്കാരിയാസിസ് അഥവാ വേം ട്രബിൾ. നമ്മൾ കേൾക്കാറുണ്ട് ചെറിയ പിള്ളേരൊക്കെ വയറിൽ വെച്ച് പറയണത്.
അത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റൈനിൽ ഈ വേം വരുമ്പോഴാണ്. പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റാണ്. ബോഡി ഓഫ് എസ്കാരിസ് ഇസ് സോഫ്റ്റ്, സിലിണ്ട്രിക്കൽ ആൻഡ് പോയിൻറ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്. Usually, the body is reddish or pinkish in color due to the presence of hemoglobin. The body surface has numerous ring-like markings which give the parasite a segmented appearance. പിന്നെ ബോഡി സർഫസിൽ ദർ ആർ 4 longitudinal lines, ഒന്ന് ഡോർസൽ, ഒന്ന് വെൻട്രൽ ആൻഡ് ദ അതർ 2 lateral. ഓക്കെ, ദ ആൻറ്റീരിയർ ടിപ്പ് ഓഫ് ദ ബോഡി ഈസ് ദ മൗത്ത്. പിന്നെ ഇതിൻ്റെ ആൻറ്റീരിയർ ടിപ്പ് ഓഫ് ദ ബോഡിയിൽ കാണുന്നത് മൗത്താണ്. അറ്റ് ദ ആൻറ്റീരിയർ ടിപ്പ് ഓഫ് ദ ബോഡി ഈസ് ദ മൗത്ത്. ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ 3 lips, 3 lips ഉണ്ട്. ഓഫൻ കോൾഡ് ലാബിയൽ പാർട്സ്. ലാബിയൽ പാർട്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ബോൺ ഓൺ ദീസ് ആർ മൈന്യൂട്ട് സെൻസറി പാപ്പില്ലേ ആൻഡ് ദേ ആർ നോൺ ആസ് ലാബിയൽ പാപ്പില്ലേ. ഓക്കെ, എ ലിറ്റിൽ ബിഹൈൻഡ് ദ മൗത്ത് വെൻട്രലി ഇസ് ദ എക്സ്ക്രീറ്ററി പോർ. മൗത്തിൻ്റെ ലിറ്റിൽ ബിഹൈൻഡ് ആയിട്ടാണ് എന്ത് വെൻട്രലി ആയിട്ട് എക്സ്ക്രീറ്ററി പോറ് കാണുന്നത്. ഫീമെയിലിൽ എ മീഡിയൻ വെൻട്രൽ ഗോണോപോർ ഇസ് പ്രീസെറ്റ് അറ്റ് അബൌട്ട് 1/3 ഓഫ് ദ ബോഡി ഫോം ദ ആൻറ്റീരിയർ എൻഡ്. എ സെപ്പറേറ്റ് ഗോണോപോർ ഇസ് ആബ്സെൻറ്റ് ഇൻ മെയിലിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഗോണോപോർ കാണുന്നില്ല. വെൻട്രലി ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പോസ്റ്റീരിയർ ടിപ്പ് ഇസ് ദ ആനസ് ഇൻ ഫീമെയിൽ ആൻഡ് ദ ക്ലോയാക്കൽ അപ്പർച്ചർ ഇൻ മെയിൽ. Protruding out of the cloacal opening is a pair of copulatory spicules known as penia setae. ഇനി ഇതിൻ്റെ സെക്ഷൽ ഡൈമോർഫിസത്തിനെ കുറിച്ചിട്ട് പറയാം. Ascaris exhibit a distinct sexual dimorphism. Male and female differ from each other in their external form and appearance. എക്സ്റ്റേണൽ ഫോമിലും അപ്പിയറൻസിലും മെയിലും ഫീമെയിലും പരസ്പരം ഡിഫർ ചെയ്യുന്നു. അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫീമെയിൽ എന്ന് പറയുന്നത് എസ്കാരിസിൽ ലോങ്ങും സ്റ്റൗട്ടുമാണ്, പക്ഷെ മെയില് ഷോർട്ടും തിന്നുമാണ്. പിന്നെ എസ്കാരിസിൽ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ഫീമെയിൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്, പക്ഷേ എന്താ പറയുക മെയിലിൻ്റെ കേർവ്ഡ് ആൻഡ് ഹൂക്ക് ലൈക്കാണ്. ഓക്കെ, പിന്നെ സെപ്പറേറ്റ് ഗോണോപോർ ഇസ് പ്രസൻറ്റ് ഇൻ ഫീമെയിൽ സെപ്പറേറ്റ് ഗോണോപോർ പ്രസൻ്റ് ആണ്, പക്ഷേ മെയിലിലെ ആബ്സെൻ്റ് ആണ്. പിന്നെ മെയിലിലെ ആനസ് പ്രസൻ്റ് ആണ്, പക്ഷേ ബട്ട് ഇൻ ഇറ്റ്സ് പ്ലേസ് ഇസ് ദ ക്ലോയാക്കൽ ഓപ്പണിംഗ് ഇൻ മെയിൽ. ഓക്കെ, അപ്പോൾ ഫീമെയിലിലെ ആനസ് പ്രസൻ്റ് ആണ്, പക്ഷേ എന്ത് പ്ലേസ്ഡ് ബട്ട് in its place is the cloacal opening in male. മെയിലിൽ പക്ഷേ ആനസിന് പകരം ക്ലോയാക്കൽ ഓപ്പണിംഗ് ആണ്. പിന്നെ വേറെ ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിൽ ഹാസ് എ പെയർ ഓഫ് പെനിയൽ സെറ്റെ. മെയിലിന് ഒരു പെയർ ഓഫ് പെനിയൽ സെറ്റെ പ്രസൻ്റ് ആണ്, പക്ഷേ ഫീമെയിലിന് അത് ആബ്സെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ എസ്കാരിസിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കിൾ എസ്കാരിസ് ഇസ് കംപ്ലീറ്റഡ് ഓൺലി ഇൻ മാനിലാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. മെച്യൂർ വേംസ് അണ്ടർഗോ മീറ്റിംഗ് ഇൻ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ. മീറ്റിംഗ് നടക്കുന്നത് ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിലാണ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രി. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് യൂട്രിയിൽ വെച്ചിട്ടാണ്. ഈച്ച് സൈഗോട്ട് സൂൺ ഗെറ്റ്സ് എൻക്ലോസ്ഡ് ബൈ എ റെസിസ്റ്റൻറ്റ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഷെൽ ഓർ കാപ്സ്യൂൾ സെക്രീറ്റഡ് ബൈ ദ യൂട്രൈൻ വാൾ. ദ കാപ്സ്യൂൾ ഹാസ് 3 concentric layers. 3 concentric layers ഉണ്ട്. ഒന്ന് കിറ്റിനസ് ലെയർ, രണ്ടാമത്തെ മിഡിൽ ലിപ്പോയിഡ് ലെയർ ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇന്നർ ആൽബുമിനസ് ലെയർ ആണ്. ദ എൻകാപ്സുലേറ്റഡ് എഗ്സ് ആർ സ്റ്റോർഡ് ഇൻ ദ യൂട്രി ഫോർ sometime, then they are discharged to human intestine. അവിടെ നിന്ന് they pass to the outside along with human feces and get distributed in the soil. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ, മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ, ഏർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സെറ്റ്സ് ഇൻ. സൈഗോട്ട് അണ്ടർഗോസ് ക്ലീവേജ്. സൈഗോട്ട് ക്ലീവേജ് അണ്ടർഗോ ചെയ്യും. അതേപോലെ തന്നെ ബ്ലാസ്റ്റുലേഷനും ഗാസ്റ്റുലേഷനും ഒക്കെ അണ്ടർഗോ ചെയ്യും. ക്ലീവേജ് എന്ന് പറയുന്നത് സ്പൈറലും ഡിറ്റർമിനേറ്റുമാണ്. റിസൾട്ടിങ് സെൽസ് ഓർ ബ്ലാസ്റ്റോമോസ് അറേഞ്ച് ദംസെൽസ് അറൗണ്ട് എ ഫ്ലൂയിഡ് ഫിൽഡ് സെൻട്രൽ കാവിറ്റി. അതിൻ്റെ പേരാണ് ബ്ലാസ്റ്റോസീൽ. ഇത് എന്തിനെ റിസൾട്ട് ചെയ്യും? ഇറ്റ്സ് റിസൾട്ട്സ് ഇൻ എ ഹോളോ ബോൾ ഓഫ് സെൽസ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സീലോബ്ലാസ്റ്റുല. പെട്ടെന്ന് തന്നെ സൂൺ മാസ് മൈഗ്രേഷൻ ആൻഡ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് ടേക്ക് പ്ലേസ് ഇൻ ദ ബ്ലാസ്റ്റുല ഫോമിങ് എ ഗാസ്റ്റുല. Post-gastrular development follows, resulting in a juvenile form and that is known as rhabditiform larva.
എന്നിട്ട് ഈ എഗ് ഷെല്ലിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ഇറ്റ് അണ്ടർഗോസ് 2 mouths and transforms to the second juvenile stage. It is infective and can undergo further development only in man. മാനിൽ മാത്രമേ അതിന് ഫർദർ ഡെവലപ്മെൻറ്റ് അണ്ടർഗോ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അത് ഇൻഫെക്റ്റീവുമാണ്. The encapsulated egg that encloses the infective rhabditiform larva can remain in the soil for years together until it gets transmitted to man. Transmission to man is contaminative through water, vegetables, etc. On reaching the human intestine, the eggshell gets dissolved and the rhabditiform larva is set free. അപ്പോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കുമ്പോൾ എഗ്ഷെൽ എന്താവും, ഡിസോൾവ് ചെയ്യപ്പെടും. എന്നിട്ട് റാബിഡിറ്റിഫോം ലാർവ ഫ്രീ ആവുകയും ചെയ്യും. ഇതിൻ്റെ എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മൈഗ്രേഷൻ ഓഫ് റാബിഡിറ്റിഫോം ലാർവ എന്ന് പറയുന്നത് ബിഫോർ ഡെവലപ്പിംഗ്, അതാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഫോർ ഡെവലപ്പിംഗ് ടു ദ അഡൽട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് റാബിഡിറ്റിഫോം ലാർവ അണ്ടർഗോസ് ആൻ എക്സ്കേർഷൻ ഔട്ട്സൈഡ് ദ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ്റെ ഔട്ട്സൈഡിൽ ഒരു എക്സ്കേർഷൻ അണ്ടർഗോ ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മൈഗ്രേഷൻ. ഇതിൻ്റെ പേരാണ് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മൈഗ്രേഷൻ. നോർമലായിട്ട് ഇറ്റ് ലാസ്റ്റ് ഫോർ അബൌട്ട് 10 days. അറ്റ് ഫസ്റ്റ് ദ ലാർവ പയേഴ്സസ് ദ ഇൻറ്റസ്റ്റൈനൽ വാൾ ആൻഡ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം. ആദ്യം ഇൻറ്റസ്റ്റൈനൽ വാൾ പയേഴ്സ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻറ്റർ ചെയ്യും. ദെൻ ഇറ്റ് റീച്ചസ് ദ ലിവർ ത്രൂ ദ ഹെപ്പറ്റിക് പോർട്ടൽ വെയിൻ. ഹെപ്പറ്റിക് പോർട്ടൽ വെയിൻ വഴി ലിവറിലേക്ക് വരും. അതിനുശേഷം ലിവറിൽ നിന്ന് ഇറ്റ് പാസസ് ടു ദ ഹെപ്പറ്റിക് വെയിൻ. ലിവറിൽ നിന്ന് ഹെപ്പറ്റിക് വെയിനിലേക്ക് പാസ് ചെയ്തിട്ട് എൻറ്റേഴ്സ് ദ പോസ്റ്റ് കാവൽ വെയിൻ ആൻഡ് കംസ് ടു ദ ഹാർട്ട്. അതിനുശേഷം അത് ഹാർട്ടിലേക്ക് വരും. ഫ്രം ദ ഹാർട്ട്, അപ്പോൾ ഹാർട്ടിൽ നിന്ന് ഇറ്റ് എൻറ്റേഴ്സ് ദ പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിയിലേക്ക് എൻറ്റർ ചെയ്യും ആൻഡ് റീച്ചസ് ദ ലങ്. എന്നിട്ട് ലങ്സിലേക്ക് വരും. നൗ ഇറ്റ് പങ്ക്ചേഴ്സ് ദ ബ്ലഡ് കാപ്പിലറി, ലീവ്സ് ദ ബ്ലഡ് സ്ട്രീം ആൻഡ് കംസ് ടു ദ എയർ ചാമ്പേഴ്സ് ഓഫ് ദ ലങ്. അതിനുശേഷം ലങ്ങിലേക്ക് വരും. ഹിയർ ഇറ്റ് ലീവ്സ് ഫോർ സം ഡേയ്സ് കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിക്കും. അണ്ടർഗോസ് മോൾട്ടിങ് ഓഫ് സ്കിൻ ആൻഡ് ഗ്രോസ് ഇൻ സൈസ്. അതിനുശേഷം ഇറ്റ് ഫൈൻഡ്സ് its way to the pharynx through bronchus, trachea and glottis. From the pharynx it passes down and reaches the intestine, its permanent home. Soon it undergoes the final molt and in about 60 to 75 days grows to an adult. ഇതൊക്കെയാണ് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മൈഗ്രേഷൻ ഓഫ് റാബിഡിറ്റിഫോം ലാർവയിൽ സംഭവിക്കുന്നത്. ഇനി അടുത്തത് പാത്തോജെനറ്റിയാണ്. അത് എന്ന് പറയുന്നത് നോർമലി അസ്കാരിസ് ഇസ് നോട്ട് സീരിയസ്ലി ഹാർംഫുൾ ടു മാൻ. സീരിയസ്ലി ഹാർംഫുൾ അല്ല മാൻ സോ ലോങ് ആസ് ഇറ്റ്സ് ഇൻഫെക്ഷൻ ഇസ് വെരി ലൈറ്റ് ആയിട്ടാണ് അതിൻ്റെ ഇൻഫെക്ഷൻ. പക്ഷേ ഇറ്റ്സ് ഹെവി ഇൻഫെക്ഷൻ മേ കോസ് എ ഡിസീസ് എസ്കാരിയാസിസ്. ഹെവി ആയിട്ടുള്ള ഇൻഫെക്ഷൻ എസ്കാരിയാസിസ് കോസ് ചെയ്യും, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. കുട്ടികളിലാണ് മിക്കവാറും ഇത് കാണപ്പെടുന്നത്. ഈ കേസിൽ ഇറ്റ് മേ ബ്ലോക്ക് ദ ഇൻറ്റസ്റ്റൈനെ ബ്ലോക്ക് ചെയ്യും. ബൈൽ ഡക്റ്റിനെയും പാങ്ക്രിയാറ്റിക് ഡക്റ്റിനെയും അതേപോലെ തന്നെ ബ്ലോക്ക് ചെയ്യും. ദിസ് മേ ഇൻറ്റർഫിയർ വിത്ത് നോർമൽ ഡൈജഷൻ ആൻഡ് കോസ് അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട്. ഇത് നോർമലായിട്ടുള്ള ഡൈജഷനെ ബാധിക്കുകയും അതേപോലെ തന്നെ അബ്ഡോമിനൽ ഡിസ്കംഫേർട്ടിന് കാരണമാവുകയും ചെയ്യുന്നു. കോളിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ പെയിനും ഡയേറിയയും വൊമിറ്റിങ്ങും അനോറക്സിയയും ഒക്കെ ഉണ്ടാവുന്നു. ദ ഓവർ പോപ്പുലേറ്റഡ് പാരസൈറ്റ് മേ റോബ് ദ ഫുഡ് ആൻഡ് കോസ് അനീമിയ. ഇത് ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പാരസൈറ്റ് എന്ത് ചെയ്യും, ഫുഡ് റോബ് ചെയ്തിട്ട് അനീമിയ കോസ് ചെയ്യും. ചില സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് സം ടോക്സിൻസ് വിച്ച് ഇറിറ്റേറ്റ് ആൻഡ് ഇഞ്ചർ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ. ചില സമയത്ത് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടും ചില ടോക്സിൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്ത് കോസ് ചെയ്യും, പെരിറ്റോണിറ്റിസ് കോസ് ചെയ്യും ആൻഡ് ഡിസ്ട്രോയ്സ് ദ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ട്രിപ്സിൻ. ഇൻ ചിൽഡ്രനിൽ മാസീവ് ഇൻഫെക്ഷൻ ഓഫൺ കോസസ് മെൻ്റൽ ഡൾനെസ് കോസ് ചെയ്യും. ഡെലീരിയവും കൺവൾഷൻസ് ആൻഡ് സ്റ്റണ്ട് ഗ്രോത്തും കോസ് ചെയ്യും. റാബിഡിറ്റിഫോം ലാർവ ഇൻ ദ ലങ്സ് മേ കോസ് എക്സ്റ്റെൻസീവ് റപ്ചർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. ലങ്സിൽ ഇത് റപ്ചർ കോസ് ചെയ്യും. ബ്ലഡ് കാപ്പിലറീസിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള റപ്ചർ കോസ് ചെയ്യും. പൾമണറി ഹെമോറേജ് ആൻഡ് ഫാറ്റൽ ന്യൂമോണിയയും കോസ് ചെയ്യും. ദേ മേ സംടൈംസ് അറ്റാക്ക് ബ്ലഡ് സെൽസ്. ചിലപ്പോൾ ബ്ലഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യും. ഓർ മേ സെർവ് ആസ് അലർജൻസ് ആൻഡ് കോസ് യൂസിനോഫീലിയ കോസ് ചെയ്യും. അടുത്തത് ഇനി ഇതിൽ വരുന്നത് സ്കാരിസിൻ്റെ ഇതിൽ വരുന്നത് പ്രൊഫിലാക്സിസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പാരസിറ്റിക് അഡാപ്റ്റേഷൻസുമാണ്. അത് നമുക്ക് അടുത്ത വോയിസിൽ പറയാം. ഓക്കെ, താങ്ക് യു. ഈ വോയിസോടെ തീരുകയാണ്. താങ്ക് യു.